മേക്കപ്പ് ഇടുമ്പോൾ സാധാരണ ഒരു നമ്മുടെ കേരളമൊക്കെ ചിന്തിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ മോശം എന്നാണ് പറയുന്നത്. ചിന്താഗതി. പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കണം. വേറെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നത് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുരുഷന്മാരിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസണൊക്കെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എങ്കിലും ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം കൺട്രോൾ കൊണ്ടുവന്നിട്ട് ഇത്തരം മേഖലകൾ തിരിച്ച് അവർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ബോംബെ പോലുള്ള ഒരു സ്ട്രീറ്റ്, നമുക്ക് ഈ സ്ട്രീറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും, ഇത്തരത്തിലുള്ള സംഭവം കിട്ടും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ അത്തരത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, വലിയ ഭാവമൊന്നുമല്ല. പക്ഷെ അവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണെന്നാണ് ഇപ്പോൾ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെയുള്ള ലൈംഗികതയോട് മാത്രമല്ലല്ലോ ചെയ്യുമ്പോൾ പകരുന്നത്. മോശം എന്ന് പറയുന്നത് എങ്ങനെ ഈ റോഡ് സൈഡിൽ അത്ര നല്ല പരിപാടിയാണോ? അതെ, അതായത് ഓരോ ജോലിക്കും അതിൻ്റെത് അഭിമാനമാണ്. പക്ഷെ എൻ്റെ വേറെ സംശയം എന്ന് വെച്ചാൽ, എൻ്റേതല്ല എല്ലാവരും സംശയമാണ് ഈ സെലിബ്രിറ്റി മേക്കപ്പ്. അതായത് സെലിബ്രിറ്റീസ് ആണായാലും പെണ്ണായാലും നടി ആരായാലും അവരൊക്കെ ചൂസ് ചെയ്യുന്ന ഈ ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണ്. അതിന് രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? നമ്മളിപ്പോൾ ജാസിന് പറഞ്ഞു, മാലിക പണിക്കർ പറഞ്ഞു, അങ്ങനെ വേറൊരു സെലിബ്രിറ്റി കൂടിയാണ് രഞ്ജിമാർ. അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ആളുടെ വീഡിയോസിൽ തുടക്കത്തിലുള്ള രഞ്ജിമാർ. പക്ഷെ അവരൊക്കെ പറയുന്നത് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ LGBT വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനുവേണ്ടി ഒരുപാട് പോരാടി, ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അപ്പോൾ താങ്കളെപ്പോലുള്ളവരുടെ വില അല്ലെങ്കിൽ താങ്കൾ കഷ്ടപ്പെട്ടതൊക്കെ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു സെലിബ്രിറ്റി അല്ല എന്നുള്ളതിന്. ഞാനൊരു ഗ്രാസ് റൂട്ടിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണക്കാര കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സാധാരണ രീതിയിൽ അവരുടെ അവകാശങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അന്ന് മുതൽ ഇന്ന് വരെയും. അപ്പോൾ സെലിബ്രിറ്റി പദവിയിലോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല, പോകാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷെ അവർ സെലിബ്രിറ്റി പദവിയിലേക്ക് എത്തി. അവർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് അവരായ പദവിയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ അത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. ഒന്നും ചെയ്തിട്ടില്ല. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. രഞ്ജുമാറിനൊരു സംഘടനയുണ്ട്, അതുവഴി ഫാഷൻ ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫാഷൻ ഷോ ഒക്കെ നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ബിസിനസ് പോലെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, മുൻകാലഘട്ടത്തിൽ ഞങ്ങളുടെ വിസിബിലിറ്റിക്ക് വേണ്ടി, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുക, അതാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തു എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു സ്വകാര്യത ഇല്ലായിരുന്ന കേരളത്തിൽ സ്വകാര്യത വരുത്താൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ പോയി കിടക്കുക, സെക്രട്ടേറിയറ്റിൽ ധർണ നടത്തുക, മന്ത്രിമാരെ കാണുക, മന്ത്രിമാർക്ക് നിവേദനം കൊടുക്കുക, മന്ത്രിമാർ മുഖാന്തരം ഞങ്ങൾ കോടതി വിധി അവകാശം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിത്തരിക, ഇത്തരത്തിലുള്ള രീതികൾ ചെയ്യുക എന്ന് പറഞ്ഞ് കേരളത്തിൽ പോളിസി വരുത്തുക, കേരളത്തിൽ സെല്ല് കൊണ്ടുവരിക, ഇത്തരങ്ങൾ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ച് കമ്മ്യൂണിറ്റിക്കൊരു വിസിബിലിറ്റി വരുത്തിയൊരു വ്യക്തിയാണ് ഞാൻ. താങ്കൾ ആർക്കും അറിയില്ല, എന്നെ ആർക്കും അറിയത്തില്ല. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ച വ്യക്തിയാണ്. പഴയ വീടുകളിലും പഴയ ഒരു ശ്രീകണ്ഠൻ നായർ ഷോ എന്ന തിരുവനന്തപുരത്ത് എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുന്ന ശ്രീകണ്ഠൻ നായർ ഷോയിൽ, എറണാകുളത്ത് ഇപ്പം ഈ കേരളം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിസിബിളായിട്ട് ട്രാൻസിനെ കാണുന്നത് ഈ എറണാകുളം സിറ്റിയിലാണ്. അന്ന് ഇത്തരം ഒരു പ്രോഗ്രാം വെച്ച സമയത്ത് എറണാകുളത്തു നിന്ന് ഒരു ട്രാൻസിനെ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല. ഞാൻ ടെമ്പോ പിടിച്ച് തിരുവനന്തപുരത്തു നിന്നാണ് ആ ശ്രീകണ്ഠൻ നായർ ഷോ കണ്ടാൽ മനസ്സിലാകും. അത്രയും കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ ഷോ ഞാനാണ് ചെയ്തത്. അതുപോലെ കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ സ്പോർട്സ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കമ്മ്യൂണിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ ഒരു സ്പോർട്സ് മീറ്റ്, അത്ലറ്റിക്സ് മീറ്റ് നടത്തണമെന്ന് അതിന് നേതൃത്വം കൊടുത്തിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ അത്ലറ്റിക്സ് മീറ്റ് നടത്തിയത് ഞാനാണ്. ഇതിനെതിരുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി വന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടെ. അത്രയും കോൺഫിഡൻ്റ് പറയുന്നത്. ഈ കേരളത്തിൻ്റെ 40ഓളം ചിത്രരചന ട്രാൻസ്ജെൻഡർ കലാകാരികളെ ലളിതകലാ അക്കാദമിയിൽ, എറണാകുളം ലളിതകലാ അക്കാദമി കൊണ്ടുവന്നിട്ട് 10 ദിവസം ചിത്രകഥ ക്യാമ്പ്, കമ്മ്യൂണിറ്റിക്കുള്ള അഭിരുചി വളർത്താനും അവർക്ക് വേണ്ടുന്ന വരയ്ക്കാനും അവർക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ അത് 14 ജില്ലകളിൽ നിന്നും
കമ്മ്യൂണിറ്റികളെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഞാനാണ്. ഓക്കെ. അപ്പം അത്രത്തോളം കാര്യങ്ങൾ ചെയ്തിട്ട് താങ്കളെ ലോകം അറിയാണ്ട് പോയത് ഞാൻ അതിൽ സങ്കടം അല്ലെങ്കിൽ കേരളത്തിൽ മാരാമൻ കൺവെൻഷൻ കേട്ടിട്ടുണ്ടോ? മാരാമൻ കൺവെൻഷൻ കാരണത്തിൽ കേരളത്തിൽ ലോകത്തിലെ എല്ലാ പാസ്റ്റർമാരും എല്ലാ ക്രിസ്ത്യൻ സഭകളും ആദ്യമായി മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് ഞാനാണ്. ശ്രീകുട്ടി നമിതയാണ് ആദ്യമായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാരാമൻ കൺവെൻഷനിൽ പ്രസംഗിക്കുക. ഇതുവരെ ഒരു ട്രാൻസ്ജെൻഡർ പ്രസംഗിച്ചിട്ടില്ല. ഇത്രയും വിശുദ്ധന്മാരും ഇത്രയും പബ്ലിക് നിന്ന പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ സംസാരിക്കുന്ന ആ ഒരു വേദി മാരാമൻ കൺവെൻഷൻ വേദിയിൽ അത് അപ്പോൾ ഓഡിയൻസ് അല്ലെങ്കിൽ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു. 10 മിനിറ്റാണ് എനിക്ക് സംസാരിക്കാനുള്ള അവസരം തന്നത്. അന്നത്തെ തിരുമേനി ജോസഫ് മെത്രാപ്പൊളിത്തി മരിച്ചു, ഇന്ന് കാലം ചെയ്തു തിരുമേനി. ആ തിരുമേനി എനിക്ക് അവസരം തന്നു 10 മിനിറ്റ് സംസാരിക്കാനായിട്ട്. പക്ഷെ അത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും ചെയ്യാതെ ഒരു വീഡിയോ ഇട്ട് ഫേമസ് ആവുന്ന അത് കാണുമ്പോൾ ദുഃഖമുണ്ട്. അത് കാണുമ്പോൾ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ നിൽക്കുന്ന ഓപ്പോസിറ്റുള്ള ആൾക്കാർ പറയുന്നത് അസൂയ കൊണ്ടാണ് ഇപ്പൊ കിടന്ന് കരഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അസൂയ ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പേ സെലിബ്രിറ്റി ആവാമല്ലോ. എനിക്കൊരു അസൂയമില്ല. ഇത്രയും കഴിയുമ്പോൾ നമ്മളൊക്കെ ചെയ്തു വെച്ച ഈ ഒരു കാര്യങ്ങൾ ഇത്രയും മോശമായിട്ട് ജനങ്ങൾക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം അല്ലാതെ അത് അസൂയായിട്ടല്ല. ഇപ്പം ഓരോ വ്യക്തി ഇപ്പം രഞ്ജുമാർ എന്ന് പറയുന്ന വ്യക്തി സെലിബ്രേറ്റ് ചെയ്യുക രഞ്ജുമാൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. അതിൽ ഞാൻ അസൂയപ്പെട്ട ഒരു കാര്യമില്ല. രഞ്ജുമാൻ്റെ കഴിവുകൊണ്ടും രഞ്ജുമാൻ്റെ ബുദ്ധി കൊണ്ടും രഞ്ജുമാൻ സെലിബ്രേറ്റ് വന്നു. അതിൽ ഞാൻ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? പക്ഷെ അവർ ഒരുപാട് സർജറിയും ഒരുപാട് പ്രൊസീജിയറും ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ ചെയ്ത് പ്രൊസീജിയർ പണം ഉണ്ടെങ്കിൽ ചെയ്ത് മാറ്റിയാൽ എന്താ കുഴപ്പം? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഒത്തിരി സൗന്ദര്യമൊക്കെ വരുത്തി ഒത്തിരി ബോഡിയൊക്കെ മാറ്റി നല്ല രീതിയിലാവാം. പക്ഷേ സാധാരണ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാരെ കാണുമ്പോൾ താങ്കൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് താങ്കൾ ഇതൊരു മേക്കപ്പ് പോലും ഇട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത് മേക്കപ്പ് ഇടാതെ സാധാരണ സ്ത്രീകൾ നടക്കുന്ന പോലെ തന്നെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വഴി? അല്ല, എനിക്ക് പൊതുവേ മേക്കപ്പിനോട് വലിയ താല്പര്യമില്ല. അത് ഇടുന്നതുകൊണ്ടാണോ കൂടുതൽ ഒരു ആൾക്കാർ ഇങ്ങനെ നോക്കുന്നത്? മേക്കപ്പ് ഇടുമ്പോൾ സാധാരണ ഒരു നമ്മുടെ കേരളമൊക്കെ ചിന്തിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീ മോശമെന്നാണ് പറയുന്നവർ പണ്ടോട്ടുള്ള ചിന്താഗതി. പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കണം. നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കുമ്പോൾ അവിടെ ഈ കൂലിപ്പണി എടുക്കുന്ന സ്ത്രീകൾ അവർ രാവിലെ കഴിച്ച് പല്ല് തേച്ചോണ്ട് ആദ്യം ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇടുക എന്നാണ്. അതെ, അതിപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് ലിപ്സ്റ്റിക് ഇടുക. അവർ മണ്ണ് ചുമക്കും. നമുക്ക് ചെന്ന് അതിശയം ഈ മണ്ണ് ചുമക്കുന്ന ആൾ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുന്ന, പക്ഷെ അത് അവരുടെ ഒരു കൾച്ചറാണ്, അവർ ലിപ്സ്റ്റിക് ഇടുക എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ നാട്ടിൽ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് നോക്കുന്നതുകൊണ്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നോക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലൊന്നും മേക്കപ്പ് ചെയ്യാം. ജനങ്ങളെ പേടിച്ചിട്ടാണോ? ജനങ്ങളെ പേടിച്ചിട്ടല്ല, പൊതുവെ എനിക്ക് മേക്കപ്പ് ഇല്ലാതെ തന്നെ ഇത്തിരി സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ശാപമായി മാറിയല്ലോ. അങ്ങനെയല്ല, അത് ഓരോരുത്തർ ഭയങ്കര മേക്കപ്പും കുട്ടിയൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്തോ എനിക്ക് വലിയ അലർജി പോലെ. അലർജിയല്ല, എനിക്ക് അത് വലിയോട് താല്പര്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു. പക്ഷേ ഒരാൾക്കാർ കാരണം നിങ്ങളെ കമ്മ്യൂണിറ്റിനെ വേറെ രീതിയിൽ കാണുന്ന ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവകാശങ്ങൾ തേടുന്നത് എന്തിനാ? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അവകാശങ്ങൾ തേടുന്നത് നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പോൾ പൊളിറ്റീഷ്യൻ, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു യുവ നേതാവ് ചെയ്ത കാര്യങ്ങൾ, അത് കേസ് ആൾക്ക് ജാമ്യം കൊടുത്തു. ഇനിയിപ്പോൾ വേറൊരു നടൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർക്കും നീതി കിട്ടി എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രത്തോളം സെക്യൂർഡാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാനാണെങ്കിൽ? വേറെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നത് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുരുഷന്മാരിൽ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസണൊക്കെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എങ്കിലും ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യം എന്താണ് അതിൻ്റെ റീസൺ? അതൊന്നും കേൾക്കട്ടെ. റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ എറണാകുളത്ത് ഒത്തിരി ട്രാൻസ്ജെൻഡർ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കും. എറണാകുളത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും. നമ്മൾ നാഷണൽ ഹൈവേ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ നമ്മൾക്കൊരു ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ നിന്നിട്ട് കാര്യമുള്ളൂ. അതെ. ഇപ്പം ഞാനൊരു ആവശ്യത്തിന് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ നാളെ നിൽക്കാൻ തോന്നത്തുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ലഹരി, അതായത് വാറ്റുചാരായം നിരോധിച്ച സമയത്ത് അത് മൊത്തത്തിൽ അങ്ങനെ നിർത്തി അവസാനിച്ചു. അതോടെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അതുപോലെ മാറ്റാൻ തുടങ്ങി. പക്ഷെ അത് വീട്ടിലെ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളാണ്. ഒതുങ്ങിയില്ലല്ലോ, ബിവറേജ് കൂടി. അതുപോലെ ഈ കഴിക്കുന്ന ഈ വാറ്റ് കുടിക്കുന്നിടത്ത് പോയി അവർ ബിവറേജ് കഴിച്ചു. അതുപോലെ ഈ റോഡിൽ നിർത്തി കഴിഞ്ഞാൽ റൂമിൽ പോകും.
ആ റൂമിൽ പോയിക്കോട്ടെ. അപ്പൊ റോട്ടിൽ നിൽക്കുന്ന ആര് മോശമായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് നിർത്തിച്ചൂടെ? ബോംബെ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു കൾച്ചർ വന്നു കഴിഞ്ഞാൽ ഈ റോട്ടിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തുകൂടെ? ഇപ്പൊ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നത് ഗവൺമെന്റ് അറിയാതെ ഇല്ലല്ലോ. ഗവൺമെന്റ് അതിനൊരു കൺട്രോൾ കൊണ്ടുവന്നിട്ട് ഇത്തരം മേഖലകൾ തിരിച്ച് അവർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ഇപ്പം ബോംബെ പോലുള്ള ഒരു സ്ട്രീറ്റ്, അവർക്ക് ഈ സ്ട്രീറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കിട്ടും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ അത്തരത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, വലിയ പാവമൊന്നുമല്ല. എല്ലാ രാജ്യങ്ങളിലും ഇത്തരങ്ങൾ സംഭവങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഇത്തരങ്ങൾ സംഭവം നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഇത് വലിയ പാവമായിട്ടോ ഇന്ത്യയിൽ മാത്രം ഇത് പാവമായിട്ടോ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ലൈംഗികത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആസ്വദിക്കേണ്ടതും ഏറ്റവും സന്തോഷകരമായ ഒരു രീതിയാണ്. അത് സദാചാരം കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് കോടതി തന്നെ ലിവിങ് ടുഗദർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ലൈംഗികമായിട്ട് സെക്ഷുവലി ആയിട്ട് അവർ ആവശ്യകത നേടാനുള്ള അവസരമുണ്ടെന്ന്. പണ്ടത്തെ പോലെ റൈഡോ അങ്ങനെയുള്ള റൂമിൽ തട്ടി വിളിക്കലോ ഒരു സംഭവങ്ങളും ഇപ്പോൾ ഇല്ല. പക്ഷെ അത് ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരില്ലേ? എങ്ങനെ ചൂഷണം ചെയ്യുന്നത്? അതായത് കപടമായിട്ട്, അതായത് ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കല്യാണം, വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് റൂമിൽ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളല്ലേ. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ എന്നെ വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോൾ ഇത് കപടമാണോ, ഇത് സത്യമാണോ, അല്ലെങ്കിൽ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യാനാണോ അല്ലെങ്കിൽ സെക്സ്വലി യൂസ് ചെയ്യാനാണോ എന്ന് ചിന്തിക്കേണ്ടത് സ്ത്രീകളുടെ ഇന്ന് അങ്ങനെ സോഷ്യൽ മീഡിയകളും വലിയ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ള സമയത്ത് ഇത് മനസ്സിലാക്കാൻ വലിയ താമസമൊന്നും വേണ്ട. പിന്നെ പീഡനം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈംഗികതയൊക്കെ ചെയ്ത് ആസ്വദിച്ചതിന് ശേഷം അവസാനം അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് പീഡനമാക്കി മാറ്റുന്ന സ്ത്രീകളും ഉണ്ടല്ലേ? അപ്പോൾ അതിനെയൊക്കെ പീഡനമായിട്ട് ഇപ്പോൾ കോടതി തന്നെ പറയുന്ന അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് പീഡനമായിട്ട് അംഗീകരിക്കാൻ പറ്റുമെന്ന് റീസെൻ്റായിട്ട് വിധി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം എല്ലാം നമ്മൾ പീഡനമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പീഡനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റോഡിൽ നിൽക്കുന്നവർ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത് ഒരു സൈഡ് നോക്കണേ, ഒരു കോയിന് രണ്ട് വശമുള്ള പോലെ തന്നെ ഇതിലും ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ പീഡനം ഇപ്പോൾ ഒരു വീട്ടിൽ ലൈംഗിക ദാരിദ്ര്യം അഭിനയിക്കാൻ ഒരു പെണ്ണിനെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം കാലം റോഡിലോട്ടുന്ന ഇഷ്ടംപോലെ പീഡനങ്ങൾ ഇല്ലാതെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ എൻജോയ് ചെയ്ത് പൊക്കൂടെ. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണെന്നാണ് ഇപ്പോൾ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെയുള്ള പ്രവർത്തനം ലൈംഗികതയോട് മാത്രമല്ലല്ലോ എച്ച് ഐ പകരുന്നത്, ഡ്രഗ്സിലൂടെ പകരാറുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും കൂടുതലും, അതായത് ഒരാളല്ലല്ലോ ഒരു നൈറ്റ് ഒരാൾ യൂസ് ചെയ്യുന്നത്. ഓപ്പണായിട്ട് പറയാണ്, ഒരുപാട് പേര് ഇങ്ങനെ ലോഡ്. സുരക്ഷിതമായ ലൈംഗികത അതിപ്പോൾ ഏത് വൃത്തിയോടും, ഇപ്പോൾ റോഡിലായാലും ശരി റൂമിലായാലും ശരി, നമ്മൾ ഒരു പങ്കാളി അല്ലാതെ മറ്റൊരു പങ്കാളിയെ യൂസ് ചെയ്യുന്ന സമയത്ത് സുരക്ഷിതമല്ലാത്ത ഏതൊരു ലൈംഗികതയും നമുക്ക് എച്ച് ഐ പകരാനുള്ള സാധ്യതയുണ്ട്. സുരക്ഷിതം എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിത നമ്മളാണ് നോക്കേണ്ടത്. അതിപ്പോൾ സെക്സ് തൊഴിലാളികളായാലും ശരി, അവർ വരുന്ന കസ്റ്റമറായാലും ശരി, വേറെ മൂന്നാമത്തെ വരുന്നവരാണ് ശരി, നമ്മുടെ ലൈംഗികതയ്ക്കും നമുക്ക് നമ്മുടെ സേഫ്റ്റി നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് പകരുമെന്നുള്ള ഈ ഒരു അറിവ് വെച്ച് മിക്കവാറും നമ്മൾ കോണ്ടം യൂസ് ചെയ്യുന്ന സമയത്ത് പോലും വരുന്നവർക്ക് കോണ്ടം യൂസ് ചെയ്യേണ്ട ആവശ്യകത വരുന്നത്, അവർ കോണ്ടം ഇല്ലാതെ സെക്സ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഒഴിവാക്കി കഴിഞ്ഞാൽ കൺട്രോൾ ആവും. എങ്ങനെ പറയുന്നത്? പിന്നെ എല്ലാവരും ഈ സ്ഥലത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ റൂമിനകത്ത് പോയി അവർ യൂസ് ചെയ്യും. റൂമിനകത്ത് പോകുമ്പോൾ നമ്മുടെ സുരക്ഷ നമ്മൾ സൂക്ഷിക്കേണ്ടേ. പക്ഷെ അവിടെ അവൈലബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കൺട്രോൾ കൊണ്ടുവരാൻ വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ അവൈലബിലിറ്റി? അതെ, അതായത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്നത് അവൈലബിൾ ആയതുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് പോയി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കും, ഇനി റൂം എടുക്കണം, കാശ് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കുറച്ച് പേരിന്ന് ബാക്ക് ഓഫ് ചെയ്യില്ല, പിന്മാറും, അതിൽ നിന്ന് തീർച്ചയായും പിന്മാറും. അപ്പം അതിൽ നിന്ന് മാറ്റിക്കൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. മാറ്റാം. അവൈലബിലിറ്റി ഇപ്പം നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിലിറ്റി മാറി. ഞാൻ താങ്കളോട് പറയുന്നത്, താങ്കൾ ഇതിന്റെ കമ്മ്യൂണിറ്റിന്റെ ഒക്കെ ഒരാളായതുകൊണ്ടാണ് എനിക്ക് അവരോട് അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ആവശ്യം ഞാൻ നിൽക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾ കൊണ്ടായിരിക്കാം. എനിക്ക് ജീവിക്കണം, എനിക്ക് വീട് റൂം വാടക കൊടുക്കണം, എനിക്ക് എൻ്റേതായ ഡ്രസ്സ്, എനിക്ക് തൊഴിലില്ല. അപ്പോൾ എൻ്റേതായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്നെ അതേ ഒരു സിറ്റുവേഷനിൽ റീഹാബിലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ റോഡിൽ നിൽക്കുന്നതിന് നിങ്ങളെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരല്ലേ ഹേദി സാദിയ, അത് പഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പേരുണ്ട്. 1-2 വരെ പഠിച്ച് വീട്ടിൽ ജീവിക്കുന്നത് പോലെ അല്ലല്ലോ മറ്റുള്ളവർക്കും പഠിച്ചുകൂടെ ഞാൻ ചോദിക്കുന്നത്. പഠിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ ഒരുപാട് പേര്. ഇപ്പോഴത്തെ സാഹചര്യം പുതിയ തലമുറകൾ പഠിക്കാൻ മുന്നിൽ പോവാം.
പഴയ കമ്മ്യൂണിറ്റികൾക്ക് അവർക്ക് പഠിക്കാനുള്ള ഏജ് ഓവറായി നിൽക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. എത്ര ഏജ് ഓവറായാലും നമ്മുടെ ഇന്നസെന്റ് അല്ലല്ലോ, അയ്യോ മറന്നുപോയി, ഇന്ദ്രൻ ചേട്ടൻ, ഇന്ദ്രൻസ്, പുള്ളി ഈ റീസെന്റ് ഇത്രയധികം പ്രായമായിട്ട് ഇപ്പോഴാണ് SLC എഴുതിയെടുത്തത്. അപ്പൊ അതുപോലെ അതൊക്കെ പറയാൻ എളുപ്പമാണ്. പഠിച്ചുകൂടെ, നിങ്ങൾക്ക് ജോലി നോക്കിക്കൂടെ? ജോലി ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ വേണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉയർന്ന ശമ്പളമുള്ള ജോലി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗവൺമെൻറ് ആയാലും നമുക്ക് ചുറ്റുപാട് എത്രയോ വീട്ടമ്മമാർ, എത്രയോ പേര് വീട്ടിൽ പോയി പണിയെടുത്ത് വേല ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടീനെ കുളിപ്പിക്കാൻ ചെല്ലുന്ന ചേച്ചിയുടെ വില 550 രൂപയാണ്. ബിക്കോസ് എനിക്ക് അടുത്തൊരു കുട്ടി ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പം അങ്ങനെയും മാന്യമായി ജോലി ചെയ്താൽ അല്ല, അതൊരു മോശം എന്ന് പറയുന്നത് എങ്ങനെ? ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന അത്ര നല്ല പരിപാടിയാണോ? അതെ, അതായത് ഓരോ ജോലിക്കും അതിൻ്റേത് അഭിമാനമുണ്ട്. അത് മോശമായ ജോലിയെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ ശരീരം വിറ്റ് ഞാൻ ജീവിക്കുന്നത് മോശമാണെന്ന് പറയാനുള്ള അവകാശം ആർക്കും ഇല്ല. ഉണ്ടോ? സുപ്രീം കോടതിക്ക് പോലും ഇല്ല. സുപ്രീം കോടതി തന്നെ പറയുന്നത് സെക്സ് വർക്ക് തൊഴിലാണ്. അതൊരിക്കലും ഇത് മാന്യതയില്ലാത്ത ജോലിയൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അതുവഴി ഒരുപാട് പേര് അല്ലെങ്കിൽ HIV വരുന്നത് അത്ര നല്ല, അത് വരുന്ന കസ്റ്റമർ തീരുമാനിക്കണം. എനിക്ക് HIV വരെ ഞാൻ അവിടെ പോകാൻ പാടില്ല. പക്ഷെ അത് കസ്റ്റമർക്ക്, ഞാനൊരു കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ സാധനങ്ങൾ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, നാളെ എൻ്റെ സാധനം മോശമാണ് നിങ്ങൾ വരണ്ട. പക്ഷെ ഇപ്പൊ വിൽക്കുന്ന ഓരോ കച്ചവടക്കാരനും അതിന് ഡേറ്റും അതിന് മാനുഫാക്ചറിങ് എല്ലാം ഉറപ്പുവരുത്തിട്ട് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അല്ലെങ്കിൽ ഷുവറിറ്റി കൊടുക്കാൻ പറ്റുമോ? ഉണ്ടല്ലോ. എങ്ങനെ കൊടുക്കാൻ പറ്റും? അതാണ് സുരക്ഷിതമായ ലൈംഗികത എന്തുകൊണ്ട് ഉപയോഗിക്കാം. അല്ല, അങ്ങനെയല്ല, നമ്മൾ ബോർഡ് വെച്ച് കിടക്കുക എനിക്ക് HIV ലൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റോഡ് അത് നിയമപരമായിട്ട് കുറ്റമല്ലേ? ഞാനൊരു HIV ഒരു രോഗിയാണെങ്കിൽ പോലും ഞാനിങ്ങനെ അങ്ങനെ പറയുക, പബ്ലിക്കിൽ അങ്ങനെ പറയുക ചെയ്യുന്നത് എഫക്ട്സ് ആണ്, തെറ്റാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധങ്ങളാണ് ഈ പറയുന്ന ലൈംഗികത ഉറകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഉറ ഉപയോഗിച്ചിട്ട് മാത്രം എല്ലാം തീർച്ചയായിട്ടും. സുരക്ഷിതമായി ലൈംഗികം ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന അസുഖങ്ങളൊന്നും, അതിനു വേണ്ടിയിട്ടാണല്ലോ സർക്കാർ ഇത്രയും പ്രോജക്റ്റുകൾ വഴി ഈ കോണ്ടം യൂസ് ചെയ്യുകയും മറ്റുള്ള മെഡിക്കൽ ഇഷ്യൂസൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ലൈംഗികയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി ലൈംഗിക ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരിക്കലുമില്ല. ഇത് തുടർന്ന് അല്ലെങ്കിൽ ഇതിൽ പെരുകണം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ പെരുകണമെന്ന് ഒരിക്കലും പറയാറില്ല. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന കമ്മ്യൂണിറ്റികളെല്ലാം പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, വിദ്യാഭ്യാസം ചെയ്യുക, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധിക്കുക, അത് ഏതെങ്കിലും തൊഴിൽ മേഖലകളോട്ട് തിരിയുക. അല്ല, ഇതൊരു മേഖലയായിട്ട് ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. താങ്കൾ ഒരു ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നുകൊണ്ട് പറയുന്നത് ഇതൊരു തൊഴിലല്ലേ, തൊഴിലാണ്, മാന്യതയില്ലേ? ഞാൻ ചോദിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഇത് കാണുന്ന ഓരോരുത്തർക്ക് ഉള്ളിൽ എനിക്ക് പെട്ടെന്ന് ഈസി മണിയാണ് സെക്സ് വർക്ക് എന്ന് പറയുന്നത്. ഒരു രാത്രി നിന്നുകൊണ്ട് ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു എത്ര രൂപയെങ്കിലും ആയിക്കോട്ടെ പെട്ടെന്ന് ലക്ഷങ്ങളോ 10,000-ങ്ങളോ ഒന്നും സമ്പാദിച്ചിട്ടല്ല നിൽക്കുന്നത്. തുച്ഛമായ പൈസക്കാണ് ഓരോരുത്തരും റോഡുകൾ നിൽക്കുന്നത്. സാധാരണ പറയുന്നത് ആൾക്കാരൊക്കെ പറയുന്നത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതെന്നാണ് കുറേ ആൾക്കാർ ഞാൻ ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. സമ്പാദിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. സണ്ണി ലിയോണൊക്കെ അവരൊക്കെ സമ്പാദിക്കുന്നതായിരിക്കാം. പക്ഷേ നമ്മളെ പോലുള്ള ട്രാൻസിൽ ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റികൾ ജീവിക്കാൻ വേണ്ടി മാത്രം 200 രൂപ, 300 രൂപ, 500 രൂപ ഇത്തരം തുച്ഛമായ കാശിനാണ് ലൈംഗികത ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും രാവിലെ 8 മണിക്ക് പണിക്ക് പോയി വൈകിട്ട് 5 മണി കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അതെ. അപ്പൊ അവരത്രയും കഷ്ടപ്പാട് ഈ ഒരു തൊഴിലിനില്ലല്ലോ. ഉണ്ടോ? കഷ്ടപ്പാടുണ്ടോ? കഷ്ടപ്പാടുകൾ മാത്രമല്ല, ജീവന് വരെ പേടിച്ചാണ് നിൽക്കുന്നത്. ജീവന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, കഞ്ചാവ് വലിക്കുന്നവർ, MDMA ഉപയോഗിക്കുന്നവർ, അത്തരം ബോധമില്ലാതെ ആണ് ഇത്തരം സെക്സുകളിൽ ഏർപ്പെടാൻ ആൾക്കാർ വരുന്നത്. എത്രയോ പേര് ഈ രീതിയിൽ ദിനം പ്രതി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അറിയാം. മാന്യമായിട്ട് ജോലി ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിൽക്കുന്നത്. ഇതൊരു സുഖമായ ജോലിയാണെന്ന് ആരും ചിന്തിക്കരുത്. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഈസി മണിയാണെന്ന്. എങ്ങനെ ഈസി മണി? സ്വന്തം ജീവിതം പണയം വെച്ചിട്ടാണ് ഈ മണിയായിട്ട് ഈസി മണി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഈസി മണിയല്ല. പിടിച്ചു വരയ്ക്കുന്ന ആൾക്കാർ കത്തി കാണിച്ചുകൊണ്ടൊന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകും രാത്രി. എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് രാവിലെ ഒരു 500 1000 രൂപയ്ക്ക് വേണ്ടി ജീവിക്കുന്നത്. അപ്പോൾ ചോദിക്കുക എന്തിനു വേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുത്ത് നിൽക്കുന്നതെന്ന്. ഇതല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ്, തൊഴിലില്ലാത്തതുകൊണ്ടാണ്. അതിനൊരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുത്തൂടെ? ആരുണ്ടാക്കി കൊടുക്കണം? സർക്കാരിലെ ഉണ്ടാക്കി കൊടുക്കണം. ഞാനൊരു വ്യക്തി വിചാരിച്ചാൽ എത്ര പേർക്ക് മാർഗം ഉണ്ടാക്കി കൊടുക്കണം? 10 വർഷം മുമ്പ് താങ്കൾ പോയി 10 വർഷം ഉണ്ടാക്കി പ്രൊട്ടക്ട് ചെയ്തു. ഇന്നും ഞങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ
പിന്നെ ഈ ഡെയിലി വേജസ് ആയിട്ടൊക്കെ ഒരുപാട് പേര് ആൾക്കാരുകളെ എടുക്കുന്നുണ്ട്. അത്തരം മേഖലയിൽ കോർപ്പറേഷനുകളിലൊക്കെ ക്ലീനിങ് ക്ലീനിങ് ഹോസ്പിറ്റലൊക്കെ ഡെയിലി വേജസ് ആണ്. ഇപ്പോൾ ഒരു സ്ഥിരം വേക്കൻസി ആയിട്ട് ആരെയും എടുക്കാറില്ല. ഈ ക്ലീനിങ് വരെ എത്രയോ നിവേദനങ്ങൾ മന്ത്രിമാർക്കും നമ്മൾ അവിടുത്തെ വേണ്ടപ്പെട്ട ആൾക്കാരും കൊടുത്തിട്ടുണ്ട്. കാരണം ഡെയിലി വേജസ് എങ്കിൽ പോലും ട്രാൻസ്ജെൻഡർ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ജോലികളിൽ കയറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും രാഷ്ട്രീയക്കാരെ അല്ലാതെ മറ്റുള്ളവരാരും അവർ ജോലിക്ക് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ് അതിനൊരു ആക്ഷൻ എടുക്കുകയാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ വേറെ മോശമായ രീതിയിൽ പോകാത്തവർക്ക് നല്ലൊരു ജോലി, അതായത് മോശമെന്ന് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മോശം എന്ന് പറയുന്നത് ഇത് അതെങ്ങനെ മോശമാവുന്നത്? ഒരാൾ ചെയ്യുന്ന ജോലി മാന്യതയാണ്, അത് മോശമേ അല്ല. എന്ന മാന്യമായിട്ടുള്ള സെക്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള വാക്കേ ഉപയോഗിക്കരുത്. അത് മാറ്റി ഒരു വ്യക്തി ചെയ്യുന്ന ജോലി അത് നിങ്ങളാണ് മോശമായി കാണുന്നത്. ഒരാൾ സെക്സ് അത് മോശമല്ല. ഇങ്ങനെ സുപ്രീം കോടതി പറയട്ടെ അവർ ചെയ്യുന്ന മോശമാണ്, അത് പാടില്ല എന്ന്. സെക്സ് വർക്ക് തൊഴിലാണ് എന്ന് തൊഴിലാളികൾക്ക് അവർക്കൊരു സംഘടനയുണ്ട്, SFW സെക്സ് വർക്ക് സംഘടനയുണ്ട്, എല്ലാവർക്കും സംഘടനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. മോശമാണെന്നുണ്ടെങ്കിൽ എന്തിനായി മോശപ്പെട്ട തൊഴിൽ തേടി ഈ ആൾക്കാർ വരുന്നതിനാണ്? അതാണ് ഈ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ വരുന്നത്. അതെ, അവൈലബിലിറ്റി ഇല്ലെങ്കിലും വരുമല്ലോ, അത് കുറയല്ലോ. ഞാൻ പറഞ്ഞ നേരത്തെ കാര്യം ഓരോന്നാലോചിച്ച് ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ കുറയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു മോശം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, എന്നാൽ ആ തൊഴിൽ മാറ്റി വേറൊരു തൊഴിൽ തരാണെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തീർച്ചയായിട്ടും ആരാ ഇത്തരത്തിൽ മേഖല ഈ റിസ്ക് എടുത്ത് ഇത്രയും സ്വന്തം ജീവനോട് ഉപാധിയായിട്ട് നിന്നുകൊണ്ട് ആരാ ഇത്തരം ജോലികൾ ചെയ്യാൻ തയ്യാറാവുന്നത്? മാന്യമായിട്ട് നല്ലൊരു ജോലി ചെയ്യാൻ തന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ ജോലിയിൽ നിന്ന് തിരിഞ്ഞ് അവരുടെ മാന്യമായ ജോലിയിലേക്ക് പോയേനെ. അത്തരം ജോലികളും അത്തരം അവസരങ്ങളും നഷ്ടപ്പെടുത്തുകയും അത്തരം അവസരങ്ങൾ തരാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരം മേഖലകളിലേക്ക് നിൽക്കുന്നത്. എൻ്റെ ചോദ്യം മൊത്തം ആ ഒരു പോയിന്റിലേക്കാണ്. ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രമല്ല, സർക്കാരിന് ഇത്രയും പേരെയൊക്കെ ജോലിക്ക് കൊടുക്കാൻ പറ്റുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഗവൺമെൻറ് മേഖലകൾ മാത്രം, പ്രൈവറ്റ് സെക്ടേഴ്സ്, ഹോട്ടൽസ്, പിന്നെ സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അത്തരം മേഖലകളിൽ ക്ലീനിങ് ഒരുപാട് വലിയ ജോലിയൊന്നും ചോദിക്കുന്നില്ല. പഠിച്ചതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലികൾ അത് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോശമായ രീതിയിലുള്ള നിങ്ങൾ പറഞ്ഞ മോശമായ രീതി നിങ്ങൾ പറഞ്ഞ ഞാനല്ല നിങ്ങൾ പറയുന്ന മോശമായ രീതിയിലുള്ള രീതികൾ ചെയ്യാൻ ആൾക്കാർ കുറയണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു ഇൻ്റർവ്യൂ കൂടിയാണ് ഞാൻ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ജോലികൾ പ്രൈവറ്റ് ആയാലും സർക്കാർ ആയാലും നമുക്ക് എല്ലാവർക്കും ഓരോ വീട്ടിൽ വരുന്ന ആൾക്കാരും അങ്ങനെ ചിന്തിക്കട്ടെ. ഇപ്പോൾ വീട്ടിൽ വരുന്ന സ്ത്രീ മാത്രമേ പാടുള്ളൂ എന്ന് ചിന്താതി മാറട്ടെ, മലയാളികൾ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി വരികയാണെങ്കിൽ ഇപ്പോൾ പീഡനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനുള്ള ഒരു നിയമത്തിൽ അതിലൊരു സുരക്ഷ ആർക്കും കൊടുക്കുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ ദിലീപിൻ്റെ കേസ്. ഇപ്പോൾ ദിലീപിൻ്റെ കേസാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് നിൽക്കുന്നത്. തൊട്ടുപുറകിൽ രാഹുൽ മാങ്കൂട്ടം, അങ്ങനെ ഒരുപാട് കേസുകൾ വരാത്തതുകൊണ്ട് വന്നതുകൊണ്ട്. പക്ഷേ അവിടെ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം, ഇപ്പോൾ ദിലീപ് ആ ഒരു കേസിൽ താങ്കൾ ആ വിധിയിൽ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും അതിജീവിത കൂടെയാണ് നിൽക്കുന്നത്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സ്ത്രീക്ക് അർഹതമായ നീതി എവിടെയും ലഭിക്കേണ്ടതാണ്. ഇന്ന് ഇപ്പോൾ അവർ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളും അവരനുഭവിച്ച ജീവിത സാഹചര്യത്തിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന നീതി, ഇപ്പോൾ ഒരു ഞാൻ അനുഭവിച്ച എൻ്റെ തിക്ത അനുഭവത്തിൽ നിന്ന് എനിക്ക് എന്താണ് നീതി ലഭിക്കേണ്ടത് അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നീതി കിട്ടിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഏതറ്റം വരെയും പോരാടാനുള്ള അവകാശമുണ്ട്. അപ്പം നമ്മൾ പലരും പറയുന്നുണ്ട് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചത് എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊക്കെ യഥാർത്ഥ നീതി ലഭിക്കേണ്ടതാണ്. ആ കുഞ്ഞിന് കോടതി മുഖാന്തരം ആ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. ഞാൻ പറയണം അതിന് നീതി ലഭിച്ചില്ല എന്ന് എനിക്ക് നീതി വാദിച്ചു കൊടുക്കാൻ സാധിക്കില്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അവിടെ കോടതി എന്ന് പറയുന്നത് സാക്ഷികളാണ്, സത്യങ്ങളല്ല, സാക്ഷികളും തെളിവുകളും. കോടതിക്ക് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി അനുസരിച്ച് തെളിവുകളാണ് ആവശ്യം. അതായത് ഒരു കൊല ചെയ്തെന്ന് പറയുന്നതിലും അത് കണ്ടു എന്ന് പറയുന്ന ഒരു സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ ആ കൊലയായി മാറത്തുള്ളൂ. അതല്ലാത്ത പക്ഷം പ്രതിയെ എല്ലാവരും നിരപരാധിയായിട്ട് ചിത്രീകരിക്കത്തുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യൻ ജുഡീഷ്യറി അനുസരിച്ച് സാക്ഷി ഇല്ലാത്തത് കൊണ്ടാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കാത്തത്. പല സാക്ഷികളും മാറിപ്പോയി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്നെപ്പോലുള്ള ഒരു വ്യക്തി ജുഡീഷ്യറിയെ കുറ്റം പറയുകയോ ബഹുമാനപ്പെട്ട ജുഡീഷ്യറിക്കെതിരെ തിരിയാനോ ഒന്നും ഞാൻ ആളല്ല. കാരണം എന്ന് വെച്ചാൽ ജുഡീഷ്യറി മുഖാന്തരമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതും ഞാൻ നമ്മുടെ ഇന്ന് സംസാരിക്കുന്നത്. ആ ജുഡീഷ്യറി മുഖാന്തരമാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളൊരു വോയിസ്
ഞാനൊരു ട്രാൻസ് ആണെന്നുള്ള ഒരു സംസാരിക്കാനുള്ളൊരു വോയിസും എനിക്ക് ലഭിച്ചത്. കാരണം സുപ്രീം കോടതി 2014 വിധി, 2019 വിധി ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റേത് സ്വത്വം വെളിപ്പെടുത്താനും എൻ്റേതായ ഒരു നിയമ പോരാട്ടത്തിലൂടെ എനിക്ക് മനുഷ്യനായി അല്ലെങ്കിൽ എൻ്റെ സ്വത്വത്തെ ജീവിക്കാനുള്ളൊരു അവകാശം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരിക്കലും ജുഡീഷ്യറിയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ലെന്ന് പറയാനുള്ള ഒരു ആളല്ല ഞാൻ. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിജീവിതയിൽ നീതി ലഭിച്ചോ ലഭിച്ചില്ലേ? നീതി ലഭിച്ചില്ല. ഓക്കെ, നീതി ലഭിക്കേണ്ടത് അതിജീവിതയ്ക്ക് ഇനി ഏത് അറ്റം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? ദിലീപ് ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അങ്ങനെ അങ്ങനെ ചിന്തിക്കാമല്ലോ. അതാണ് അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. കോടതി തീരുമാനിച്ച് ഒരു വിധി അങ്ങനെ ഇട്ടു, ദിലീപ് നിരപരാധിയാണെന്ന് വിധിച്ചു. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാത്ത താങ്കൾ പോലും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് കാരണമെന്ന് വെച്ചാൽ അതിജീവിതം തന്നെ പറയുന്നുണ്ടല്ലോ, ദിലീപുമായിട്ടുള്ള ഈ പ്രശ്നത്തിലും ആണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമുക്ക് അത്തരം മേഖലകളിലൊന്നും വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ട് അത്തരം മേഖലകളിലൊന്നും കയറി കൈ കടത്താനോ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വലുതായിട്ടുള്ള അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യകതയില്ല. അപ്പം അത്തരം മേഖലകളിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് അതിജീവിതം തന്നെ പറയുന്നത് കൊണ്ട് ആ നീതിക്ക് വേണ്ടി അവസാന അറ്റം വരെയും പോകാൻ കുട്ടി തയ്യാറാണ്. പോയിന്റ് ഞാൻ ചോദിച്ചത് അവർക്ക് നീതി ലഭിച്ചെന്നല്ല, പക്ഷെ നമ്മുടെ ജുഡീഷ്യലിൽ ഇങ്ങനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കളെ നാളെ ഒരാൾ റേപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ മോശമായി പെരുമാറിയാൽ പോലും താങ്കൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ് താങ്കൾ ചിന്തിക്കുന്നത്. ഇത്തരത്തിലാണ് ജുഡീഷ്യറിയുടെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് വഴിയുള്ള നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നീതി ലഭിക്കില്ല. എന്നാലും അവിടെ നമ്മളിപ്പോൾ കൈയില്ലാത്ത ആൾക്കാരൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. അത് ഈ സെയിം ജുഡീഷ്യൽ തന്നെയാണ്, തെളിവോടെ അല്ലേ കൊടുത്തേക്കുന്നത്. ഓക്കെ, തെളിവുണ്ടെങ്കിൽ മാത്രമേ ജുഡീഷ്യൽ നീതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ജുഡീഷ്യറിയെ കുറിച്ച് അതിവിപുലമായിട്ട് സംസാരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് അതിനുള്ള അർഹതയില്ല. ഇനിയിപ്പോൾ അത് പോട്ടെ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വരാണെങ്കിൽ അവിടെ തെളിവുകളുണ്ട്, സാക്ഷികളുണ്ട്, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം ശിക്ഷിക്കണം. അപ്പോൾ അവൾക്ക് അവിടെ ശിക്ഷ കൊടുത്തിട്ടില്ല, വെറുതെ ജാമ്യം അനുവദിച്ചു. അപ്പോൾ അത് ജാമ്യമല്ലേ അനുവദിച്ചുള്ളൂ, കേസിൽ വെറുതെ വിട്ടില്ലല്ലോ. ഒരു വ്യക്തി ഒരു തെറ്റ് കാരണം എന്നറിയുമ്പോഴാണ് പുള്ളി റിമാൻഡ് ചെയ്യുന്നത്. ആ കേസ് തെളിയിക്കുന്നത് വരെ കോടതിയിലിട്ട് ജയിലിനകത്തിട്ട് ശിക്ഷിക്കണമെന്നില്ലല്ലോ. ആ കേസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ജാമ്യം കൊടുക്കുന്നത്. ആ തെളിവുകളെല്ലാം കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരായി കഴിയുമ്പോൾ കോടതി മുഖാന്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കഴിക്കും. പക്ഷെ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ പ്രോമിസ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഒളിവിൽ പോയി കഴിഞ്ഞാൽ എല്ലാം സേഫ് ആവുമെന്നാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ശരിയല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നം വന്നു, ആളപ്പം തന്നെ മുങ്ങി. അത് കുറേ പേര് ആൾക്കാർ കൂടെ, അതായത് നടിയുടെ കൂടെ പോയി അല്ലെങ്കിൽ പല രീതിയിലും പറയുന്നുണ്ട്. അതിന് സത്യാവസ്ഥ നമുക്കറിയില്ല, നമ്മളതിന് ചർച്ച ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ ജനങ്ങളുടെ ഒരു മെസ്സേജ് വന്നത് ഒരു ശിക്ഷ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുന്ന ആൾ മുമ്പ് ഒളിവിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്നാണ്. ഒളിവിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ല, ഒളിവിൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കാതെ ജാമ്യം ലഭിക്കും. പിന്നെ വെളി നിന്നുകൊണ്ട് കേസ് പറയുക, അത് എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതിപ്പോൾ ഏത് കേസായിരുന്നാലും ഇപ്പോൾ ജാമ്യം, ഇപ്പം ആ ഒരു ചില കേസുകളിൽ അത് സറണ്ടർ ആയതിനു ശേഷം മാത്രമേ ജാമ്യം കൊടുക്കുള്ളൂ. കേസിൻ്റെ ഒരു വിധികളനുസരിച്ച് ചില കേസുകളിൽ ഒളിവിൽ പോയി കഴിഞ്ഞാൽ 14 ദിവസം ജാമ്യം കൊടുത്തിട്ട് പിന്നെ കേസ് പറയുക. അത്തരം കാര്യങ്ങൾ ജുഡീഷ്യൽ. താങ്കളാണ് ഇപ്പോൾ അവിടെ ജുഡീഷ്യൽ ജഡ്ജായിട്ടിരിക്കുന്നത്. വിചാരിക്കുന്നത് താങ്കൾ എന്ത് വിധിയാണ്? ഞാൻ പഠിച്ച നിയമം അനുസരിച്ചുള്ള വിധിയെ നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. തെളിവുകൾ എവിടെയാണോ, വക്കീൽ എങ്ങനെയാണോ വാദിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു വിധി എടുത്തുകൂടെ? സ്ത്രീകൾക്ക് വേണ്ടി വിധി എടുക്കൂടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടൊക്കെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഒരുപാട് സ്നേഹത്തോടെ ജീവിച്ചിട്ട് അവസാനം അവർ തമ്മിൽ സെക്ഷലി ഒക്കെ ഏർപ്പെട്ടതിന് ശേഷം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നീതി ആർക്ക് പോകും? അത് സ്ത്രീക്കാണോ പുരുഷനാണോ നീതി ലഭിക്കേണ്ടത്? പുരുഷനാണ്. ആണല്ലോ. അവിടെയും സ്ത്രീയല്ലേ ആദ്യ ജീവിതം എന്ന് പറഞ്ഞാൽ വീണ്ടും അധിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ അത് കോടതി കേസ് വരുമ്പോഴോ? നമ്മുടെ നിയമ വ്യവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീ ഒരു പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന് തെളിവ് സാക്ഷിയൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതൊന്നും, ഇത്തരത്തിൽ പല സ്ത്രീകളും കള്ളക്കേസുകൾ പുരുഷന്മാരെ പെടുത്തുന്നത് കൊണ്ടാണ് ഇപ്പോൾ പല കേസുകൾക്കും തെളിവുകൾ വേണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തന്നെ വിധിയിട്ടേക്കുന്നത്. ഒരാളെങ്കിലും ഇത് പറഞ്ഞല്ലോ, അതിൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കൽ പുരുഷന്മാരെ നമ്മൾ ഒറ്റയടക്കത്തിൽ കുറ്റം പറയാനുള്ളതൊന്നും എനിക്ക് പറ്റത്തില്ല. കാരണം ഞാനൊരു പുരുഷനായിട്ട് ജീവിച്ചിട്ട് ഒരു സ്ത്രീയായിട്ട് മാറിയാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുത്ത് ചോദിച്ചത്. അത് കൂടാതെ തന്നെ ഒരുപാട് പുരുഷന്മാരുമായിട്ട് പേഴ്സണലി എനിക്ക് ബന്ധമുള്ളതാണ്. പാവങ്ങളാണ് പുരുഷന്മാരെല്ലാവരും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും പാവങ്ങൾ. അങ്ങനെ ഒരു കാരണം ഒരുപാട് സ്നേഹവും
കാരണം ആ ഒരു ലൈംഗികതയൊക്കെ സെക്ഷ്വാലിറ്റിയൊക്കെ വരുന്ന സമയത്ത് വളരെ പാവങ്ങളാണ് പുരുഷന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ ഒപ്പീനിയനാണ്. ഓക്കെ, താങ്കളുടെ മാത്രം എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഇപ്പോൾ ഫെമിനിസ്റ്റ് അവരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്താ പുരുഷന്മാർ ഫെമിനിസ്റ്റുകൾ സ്ത്രീ ഇപ്പോൾ പുരുഷന്മാരെ എങ്ങനെ അധിക്ഷേപിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുള്ള പുരുഷന്മാരിൽ എല്ലാവരും പാവങ്ങളാണ് ഉള്ളത്. നമ്മൾ പീഡിപ്പിക്കണമെങ്കിലേ ഉള്ളൂ. അത് പിന്നെ ഞാൻ ട്രാൻസ് വുമൺ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ അവരെ ഭയപ്പെടുത്തണമെങ്കിലും നമ്മൾ അവരെ പീഡിപ്പെടുത്തണമെങ്കിലേ ഉള്ളൂ. പക്ഷെ കാണുന്ന പുരുഷന്മാരൊക്കെ ഇതുവരെ പുരുഷന്മാരല്ലെങ്കിൽ ഭയക്കണം. അതായത് ബസ്സിൽ പോവാണ് പുരുഷൻ വെറുതെ നോക്കി കഴിഞ്ഞാൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആള് പിന്നെ അവൻ ഓടണം പിന്നാലെ. അതായത് തെളിയിക്കാനും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഉത്തരവാദിത്തം ആ പുരുഷൻ്റെ കൈ മാത്രമാണ്. അതുകൊണ്ട് ഞാനൊരിക്കലും പുരുഷന്മാരെ ഒന്നും കുറ്റം പറയാറില്ല. പുരുഷന്മാരെ കുറ്റം പറയാറില്ല. എല്ലാ പുരുഷന്മാരും നല്ലതൊന്നും പറയുന്നില്ല, എല്ലാ സ്ത്രീകളും നല്ലതൊന്നും പറയുന്നില്ല, എല്ലാ പുരുഷന്മാരും നല്ലതെന്ന് പറയുന്നില്ല. അതിൻ്റെ ഇടയിലൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരുണ്ട്. എൻ്റെ ഒപ്പീനിയനിൽ വെച്ചാൽ പുരുഷന്മാരെല്ലാം പാവങ്ങളാണ്. നീ സ്ത്രീകളോ? സ്ത്രീകളും പാവങ്ങളാണ്. അപ്പം രണ്ടുപേരും പാവങ്ങളാണ്. അതെ. ഓക്കെ, തെറ്റുകൾ എവിടെയാണ് വരാത്തത്? തെറ്റുകൾ ചെയ്യാത്തവരാരുമില്ലല്ലോ. പരസ്പരം തെറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ ക്രൈം നടക്കുന്നത്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത്തരത്തിലും മേഖലയോട്ട് പോകാതിരുന്ന പ്രശ്നങ്ങൾ സോൾവ് ആയില്ലേ? ഓക്കെ, ഇപ്പോൾ താങ്കൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുന്നു. പ്ലാറ്റ്ഫോം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്താനുള്ള അല്ല, സെലിബ്രിറ്റി ലെവലിൽ എത്താത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല ഇൻ്റർവ്യൂകളിലും പല ഈ ഒരു ഇത്തരത്തിൽ സെലിബ്രിറ്റി ആകുന്ന പല മേഖലകളിലൊക്കെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് എന്നോട് വന്നപ്പോൾ എന്നോട് എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചത്? ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്താ ചോദിച്ചത്? സുഖാണെന്നാണോ? അല്ല, എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു. എന്ത് ചെയ്യുന്നു? ഞാൻ എന്താ പറയണ്ടേ? വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് പറയണം. എനിക്ക് പ്രത്യേകിച്ച് ഒരു വർക്കില്ല. എന്താ വർക്ക്? ഞാൻ ചോദിക്കാൻ പറഞ്ഞു, എന്താണ് വർക്ക് ചെയ്യാത്തത്? എനിക്ക് വർക്ക് കിട്ടിയ ഞാനൊരു ടെലി പോയിന്റ് ഞാൻ ജോലി അപേക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. ഞാൻ എൻ്റെ ഐഡൻറ്റി തെളിയിച്ച് ഞാൻ ഹോട്ടൽ അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് ഹോട്ടലുകളിലൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ വരെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രാൻസ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പല മേഖലകളിലും ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവസാനം രണ്ടാമത് ഞാൻ വിദേശത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഫെയിലായിപ്പോയി, എനിക്ക് കിട്ടിയില്ല ജോലിക്ക് വേണ്ടിയിട്ട്. മെഡിക്കൽ ഫെയിൽ ട്രാൻസ് ആയതുകൊണ്ട് തന്നില്ല അവർ. മെഡിക്കൽ ജോലി ചെയ്യാൻ പറ്റില്ല. വിസിറ്റിങ്ങിന് വേണമെങ്കിൽ പോവാം. വിസിറ്റിങ്ങിന് പോയിട്ട് അവിടെ ജോലി അന്വേഷിച്ചിട്ട് ജോലി ചെയ്യാം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഒരു ജോലി സാധാരണ ഒരു വിസ വന്നിട്ട് അങ്ങനെയുള്ള പല മേഖലകളിലും ഞാൻ ശ്രമിച്ചിട്ട് ജോലിയില്ല. അപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്താണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് സെലിബ്രേറ്റ് ആയിട്ട് എവിടെ പോയിട്ട് എന്ത് പറയും ഞാൻ ആൾക്കാർക്ക് എന്ത് ജോലി എന്നൊക്കെ. അതുകൊണ്ട് സ്വയം ഇവിടെ ആ ട്രാൻസ് എന്നുള്ള വാക്ക് മാറ്റി ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞാൽ ജോലി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്ത്രീയാണല്ല. പിന്നെ എന്തുകൊണ്ട് ട്രാൻസ് ആണെന്ന് പറയണം? നമ്മളെ കാണുമ്പോൾ അവർ നമ്മളെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എത്രയോ സ്ത്രീകൾ ഇപ്പോൾ കാണുമ്പോൾ പുരുഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറുള്ള എത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ പുരുഷന്മാർ തന്നെ കാണുമ്പോൾ സ്ത്രീയാണ്. ഞാൻ പറഞ്ഞില്ല, ടെലികോം എന്ന് പറഞ്ഞ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ജോലിക്ക് സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. അപ്പോൾ അവർ ചെന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ട്രാൻസ് ആണെന്ന് മനസ്സിലാവില്ല. പിന്നെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. ആ ജോലി എനിക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ്. താങ്കൾ എങ്ങനെ ജീവിക്കുന്നു? ഞാനിപ്പോൾ ട്രസ്റ്റ് മുഖാന്തരമൊക്കെ അങ്ങനെ ജീവിക്കുന്നു. ട്രസ്റ്റ് മുഖാന്തരം എങ്ങനെ ജീവിക്കുന്നു? ട്രസ്റ്റ് വർക്ക് ചെയ്തിട്ട് ട്രസ്റ്റിൽ നിന്ന് ഫണ്ടുകളൊക്കെ വന്നിട്ട് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത്. ട്രസ്റ്റിലേക്ക് ഫണ്ട് വരുന്നത് നിങ്ങൾക്ക് ജീവിക്കാനാണോ? അല്ല, മൊത്തം പൊതുവേ അത് എനിക്കൊരു ശമ്പളം എടുക്കാമല്ലോ. ശമ്പളമായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ജീവിക്കുന്നു. ഓക്കെ, അങ്ങനെ അപ്പോൾ ഒരു ജോലി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഈ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ജോലി കിട്ടിയിട്ടില്ല എന്നല്ല, ജോലി നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഒരു മേക്കപ്പ് മേഖലകളിൽ ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡർ അത്തരം മേഖലകളൊക്കെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. പല രീതികളിലും നമ്മൾ ശ്രമിച്ചാൽ കിട്ടുന്ന ജോലികളൊക്കെയാണ് കിട്ടുന്ന ജോലിയൊക്കെ ചെയ്യുന്നത്. ബിസിനസ്സായ മേഖലകളായാലും ശരി, ഈ മേക്കപ്പ് ഫീൽഡായാലും ശരി, അത്തരം മേഖലയിലൊക്കെ ജോലി ചെയ്ത് നമുക്ക് സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് ജീവിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്തോ അത്തരം മേഖലയിലോട്ടൊന്നും ഞാൻ തിരിഞ്ഞില്ല. ഞാനൊരു സോഷ്യൽ വർക്കറായിട്ട് അങ്ങനെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേ കാലങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിച്ച് അങ്ങനെ ജീവിച്ച് അങ്ങനെ ആ ഒരു മേഖലയിലോട്ടൊക്കെ മാറി. ഇപ്പോൾ നാളെ നിങ്ങളൊരു ബിഗ് ബോസിലേക്ക് വിളിക്കുകയാണെങ്കിൽ സ്ത്രീക്കുട്ടി എന്തായിരിക്കും അവിടെ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്? ഞാനായിട്ട് തന്നെയാണ് അവിടെ ഷോക്കേസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ എൻ്റെ ഞാൻ മുഖാന്തരം എൻ്റെ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ കമ്മോട്ട് ചെയ്ത് വന്നത് എനിക്ക് എൻ്റെ സ്വത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും എന്നിലൂടെ എൻ്റെ കമ്മ്യൂണിറ്റികളും
വെളിപ്പെടണം എന്നുള്ള രീതിയിൽ എൻ്റെ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ മെച്ചറാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ഇതുവരെ. ഞാൻ എൻ്റെ ഒരു വ്യക്തി എന്ന രീതിക്ക് ഞാൻ സെലിബ്രേറ്റ് ആവണം, ഒരു വ്യക്തി എന്ന രീതിക്ക് ഞാൻ വലിയ ഫേമസ് ആവണമെന്ന് ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എന്നോടൊപ്പം ഒരു 10 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ എന്ത് മേഖലകളിലും ഞാൻ പോയിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇപ്പോൾ പ്ലാറ്റ്ഫോം കിട്ടിയില്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇനി വരുന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനാണ് അല്ലെങ്കിൽ വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി 2 സീറ്റ് ജില്ലാ പഞ്ചായത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നു കോൺഗ്രസ്. അത് വലിയ അഭിമാനമാണ്. കാരണം ട്രാൻസ്ജെൻഡർ പോലുള്ള വ്യക്തികൾക്ക് അപ്പോൾ അതെന്തോ യൂട്ടിലൈസ് ചെയ്തില്ല. ആ ചിഹ്നം മത്സരിച്ചുള്ളൂ. ആ ചിഹ്നത്തിൽ ഞാൻ പാർട്ടിക്കാരായില്ല, എനിക്ക് രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമില്ല. ഞാൻ താങ്കളുടെ കാര്യമാണ് ചോദിക്കുന്നത്. എൻ്റെ കാര്യം അല്ല, ഞാൻ കമ്മ്യൂണിറ്റിക്ക് നൽകിയതിന് വളരെ അഭിമാനമുണ്ട്. 2 പേർക്ക് സീറ്റ് നൽകി, അത് കൈപ്പറ്റി ചിഹ്നത്തിൽ തന്നെ നൽകി. ആ പാർട്ടിയോടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ചാൻസുകൾ ആദ്യ കാലഘട്ടത്തിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്ക്. അപ്പം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി, എനിക്കൊരു രാഷ്ട്രീയ വിശ്വാസമുണ്ട്, പക്ഷെ എന്ന് പറഞ്ഞിട്ട് ആ രാഷ്ട്രീയത്തിലോട്ട് പ്രവർത്തിക്കാനോ രാഷ്ട്രീയത്തിൽ നിൽക്കാനോ എനിക്ക് താല്പര്യമില്ല. കാരണം ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തിൻ്റെ അധീനതയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കാം. അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് നിൽക്കാമല്ലോ. സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും സ്വതന്ത്രമായിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഒരു പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ ഒതുങ്ങിപ്പോകും. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ചെയ്ത് തെറ്റുകൾ സംസാരിക്കാൻ പാടില്ല. അതൊക്കെ ഫൈൻ. അതിന് പകരം സ്വതന്ത്രമായിട്ട് നിന്ന് ഇലക്ഷനിൽ നിന്ന് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. അപ്പൊ അതൊരു വലിയൊരു ഓപ്ഷൻ അല്ല, അല്ലെങ്കിൽ വലിയൊരു പ്ലാറ്റ്ഫോം അല്ലേ നിങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ. സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ജയിക്കുമെന്നില്ലല്ലോ. ഞാൻ ഇപ്പൊ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് പോലും 2 പേരും തോറ്റുപോയി, ജയിച്ചില്ല. അപ്പൊ സ്വതന്ത്രമായിട്ട് നിങ്ങൾ ഞാൻ എത്ര വോട്ട് പിടിക്കും? പിന്നെയും ആൾക്കാർ മാറാനുണ്ട്, ഒരുപാട് മാറാനുണ്ട്. ഞാൻ സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ ഒരു ട്രാൻസ്ഫർ സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ അവരെ വിജയിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ചിന്തിക്കണം. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ പോലും മത്സരിച്ചിട്ട് പോലും അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. മറ്റു പാർട്ടിക്കാരിൽ നിന്ന് നമ്മൾ എവരെ മുന്നോട്ട് കൊണ്ടുവരണം, എവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ഒരു ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ ജയിക്കുമായിരുന്നു. ചിലപ്പോൾ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല, വ്യക്തിപരമായിട്ട് പോലും അവിടെ നോക്കി അവരെ വിജയിപ്പിച്ചു. പിന്നെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ഞാനതിന് നാണം കെടാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ശ്രീകുട്ടി നമിത എപ്പോൾ ഈ കമ്മൗട്ട് ചെയ്ത് വന്നല്ലോ, അപ്പോൾ ആ ഒരു ഫാമിലി ആയിട്ട് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ടോ? എൻ്റെ ഫാമിലി ആയിട്ട് കോൺടാക്റ്റ് ഉണ്ട്, പക്ഷേ വലിയ കോപ്പറേറ്റീവ് ഒന്നുമില്ല. വീട്ടുമായിട്ട് സഹകരണം വലിയ കുറവാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനമ്മ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ബാക്കിയുള്ള സിസ്റ്റേഴ്സൊക്കെ ബ്രദേഴ്സൊക്കെ ഉണ്ട്, അവരെല്ലാം സെറ്റിൽ ആയിട്ടുണ്ട്. അവരവരുടേതായ രീതിയിൽ ജീവിക്കും, ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കും. അവരായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല? കോൺടാക്റ്റ് ഉണ്ട്, എന്തെങ്കിലും കാര്യം റീസണൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ഉണ്ട്, അല്ലാതെ വലിയതായിട്ടുള്ള ഞാൻ എൻ്റെ. അപ്പോൾ ആ ഒരു സമയത്ത് കമ്മൗട്ട് ചെയ്തപ്പോൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്? ഒരുപാട് വീട്ടിൽ നിന്ന് ആദ്യം കമ്മൗട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങേണ്ടി വന്നു. അത് വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ് സ്വന്തമായിട്ട് ഇറങ്ങി? സ്വന്തമായിട്ട് പുറത്താക്കിയെന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് ഞാൻ സ്വയമായിട്ട് പുറത്ത്. എത്രാമത്തെ വയസ്സിലാണ് അത് ഉണ്ടായത്? ഞാനിപ്പോൾ ഒരു 30 വയസ്സിലാണ് കമ്മൗട്ടായിട്ട് വന്നത്. 15 വർഷത്തോളമായി. ഓക്കെ. 30ാമത്തെ വയസ്സിലാണ് അതുവരെ വീട്ടുകാരുടെ കൂടെ? വീട്ടുകാരുടെ. ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉള്ളത് കൊണ്ടാണ് പിന്നെ ജോലിയൊക്കെ നിർത്തി വന്നത്. അപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് വർക്ക് ചെയ്തതാണ്, കുഞ്ഞുനാളും വലിയ വർക്ക് ചെയ്താണ്. പക്ഷെ അതിൽ നിന്ന് ഒരു മാറ്റം കംപ്ലീറ്റ്ലി ട്രാൻസ് ചെയ്തപ്പോഴാണോ ഒരു ജോലി നഷ്ടപ്പെട്ടതും ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാതിരുന്നതും ഒക്കെ ട്രാൻസ് വന്നതിന് ശേഷം. എന്ത് ജോലിയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു സങ്കടം, ഒരു ഉള്ളിലൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. കാരണം എനിക്കിപ്പോൾ ജോലി ഇല്ലെങ്കിൽ തന്നെയും ഞാൻ നല്ല കോൺഫിഡൻറ്റോടെ ജീവിക്കാനുള്ളൊരു മനസ്സുണ്ട് എനിക്ക്. മറ്റു ജോലി ചെയ്ത സമയത്ത് എന്നും എനിക്ക് ദുഃഖമായിരുന്നു, ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു, സ്റ്റിഗ്മ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ട്രാൻസ്ജെൻഡറുള്ളവരെ ഒരു സെക്സായിട്ട് ഒരു സിമ്പിളായിട്ട് കാണുന്നത്. നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും നമ്മൾ സ്ട്രെയിനതയും നമ്മളെ ഇത് കണ്ടിട്ട് ഇവർ ഈ തൊഴിലാണ് ഇവിടെ ഈ ഹോട്ടലിൽ ചെയ്യുന്നതെന്നുള്ള ഒരുപാട് പേരുദോഷങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ചെയ്യാത്ത കുറ്റം. അപ്പോൾ അതൊക്കെ ഒരുപാട് വിഷമമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു ഒരു വിഷമവും എനിക്കില്ല. ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ജനിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ആണോ അല്ല. ഞാൻ ഇപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇനി എനിക്ക് ജനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോമറായിട്ട് ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും ട്രാൻസ്ഫോമർ അത്രയേറെ എൻജോയ് ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് റീസൺ ഉണ്ട് അതിനൊക്കെ. പക്ഷെ അതിലും കഷ്ടപ്പെടുന്ന ഒരുപാട്, അതായത് തെറ്റായ ഒരു ഡിസിഷനാണ് എടുത്തതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഉണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ എടുത്ത ഡിസിഷൻ ലേറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുഞ്ഞുനാൾ പ്രണയിച്ച സമയത്ത് ഇങ്ങനെ ഞാൻ മാറിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാമായിരുന്നു. പക്ഷെ അന്ന് മാറിയിരുന്നെങ്കിൽ ഇതുപോലെ ജോലി കിട്ടാതെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുമായിരുന്നു?
അല്ല, ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഒരുപാട് ജോലി. ഇപ്പോൾ എൻ്റെ ലക്ഷ്മി അമ്മയൊക്കെ തന്നെ കുഞ്ഞുനാളിൽ ഇവിടെ കന്മട്ടയിൽ പോയതാണ്. അവിടെ ബദായി ഒക്കെ ഉണ്ട്. അവിടെ ഇത്തരങ്ങളിലുള്ള ഈ പറയുന്ന മോശമായ ജോലി അല്ലാതെ തന്നെ നല്ല ബദായി ഒരു വീട് പാല് കാച്ചി കുട്ടികളൊക്കെ വരുമ്പോൾ, അതായത് ഒരു വാർഷിപ്പ് മാതിരി ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുകയും അത് മുഖാന്തരം വരുമാനത്തോടെ ജീവിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ മേഖലകളിലോട്ട് നമ്മൾ പോയാലും നമുക്ക് ജീവിക്കാം. എനിക്ക് ചില സമയങ്ങളൊക്കെ ഞാൻ അത്ര മേഖലകളിൽ പോയി ജീവിക്കാറുണ്ട്. കാരണം അമ്മയുടെ കൂടെ പോയി നിൽക്കാറുണ്ട് 2-3 മാസം 4 മാസങ്ങളൊക്കെ പോയി നിന്നിട്ട് അത്തരം മേഖലകളിലും എനിക്ക് എന്താണ് ശരിക്കും അത് ആൾദൈവമാണോ? ആൾദൈവം വർഷിപ്പ് എന്നൊക്കെ ആൾദൈവം മാതിരി നമുക്കുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട് അവിടെ. അതുകൊണ്ട് പിന്നെ പുതിയ വീടൊക്കെ പാലുകാച്ച സമയത്ത് നമ്മൾ ക്ഷണിക്കുകയും അതിന് നമുക്കൊരു ദക്ഷിണ തരികയും പിന്നെ അതുപോലെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമ്മളെ വിളിക്കുകയും അവിടെ പോയി ദക്ഷിണ തരികയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ മേഖല തമിഴ്നാട് മുതൽ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും. അപ്പം അത്തരം മേഖല ഒരു അന്ധവിശ്വാസമായിട്ട് അന്ധവിശ്വാസമല്ല, അതൊരു ഹിന്ദുസമായിട്ടുള്ളൊരു വിശ്വാസമായിട്ടും മഹാഭാരതത്തിലും പിന്നെ ഈ രാമായണത്തിലൊക്കെ പറയുന്നത് കൊണ്ട് അത്തരം ഇപ്പം ശ്രീരാമൻ്റെ മസ്ജിദ് വരെ പൊളിച്ച് ശ്രീരാമ മന്ദിരം പണിതില്ലേ വിശ്വാസത്തിൽ. അപ്പോൾ അത്തരം വിശ്വാസങ്ങൾ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇന്നും ഹിജടകളെ അങ്ങനെ വിശ്വാസം നല്ല ബ്ലസ് ചെയ്യുന്നവരായിട്ടും ശപിക്കുന്നവരായിട്ടൊക്കെ. പക്ഷേ ഹിജടകൾ എന്ന് പറഞ്ഞപ്പോൾ പൈസ ചോദിക്കുന്നു, പൈസ കൊടുത്തില്ലെങ്കിൽ തെറി പറയുക, അടിക്കുക, പൊക്കി കാണിക്കുക, ഇല്ലയെന്ന് പറയരുത്. അല്ല, അതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഈ ട്രെയിനിൽ തന്നെ റീസെൻ്റ്ലി ഉണ്ടായ ഒരു വീഡിയോ ഭയങ്കര വൈറലായതാണ്. അതായത് പൈസ ചോദിക്കുന്നു, ആൾ കൊടുത്തില്ല, ചവിട്ടാണ്, അതായത് ഫേസിൽ നോക്കി ചവിട്ടുന്നു. എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ മാസം ഉണ്ടായത് ഞാൻ വേണമെങ്കിൽ പറയാം. നമ്മൾ തൃശ്ശൂർ ശക്തിയിൽ ഞാനൊരു പ്രോഗ്രാം, ഞാൻ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്ത് പോയ സമയത്ത് വെള്ളമടിച്ച് ഒരു ട്രാൻസ്ജെൻഡറാണ്, അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, സർജറി ഒക്കെ ചെയ്ത് മാറിയിട്ടുള്ള ഒരാൾ വെള്ളമടിച്ച് ബോധമില്ലാതെ അലക്ഷ്യമായി നടക്കുകയും അലക്ഷ്യമായി തെറി പറയുകയും മോശമായിട്ട് തുണി പൊക്കി സ്ത്രീകൾക്ക് മുമ്പിൽ വരെ. അതിപ്പോൾ എല്ലായിടത്തും ഇല്ലേ, സ്ത്രീകളിലും ഇല്ലേ നല്ലവരും കെട്ടവരും ഒക്കെ, പുരുഷന്മാരിലും ഇല്ലേ. ട്രാൻസിലും ഉണ്ടോ അങ്ങനെ 1-2 ഒക്കെ പേര്. അപ്പോൾ ഒരു ട്രാൻസ് ചെയ്യുന്നതിൽ എല്ലാ ട്രാൻസിനെയും അങ്ങനെ മോശം ആ ഒരു എന്താ പറയുക, ഒരു സ്ത്രീ ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ മാല മോട്ടിക്കുന്ന അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ സ്ത്രീകളെ ഫോട്ടോ വെച്ച് അവരെ സൂക്ഷിക്കാന്ന് പറയുന്നത്. അവരെ മാല മോട്ടിക്കുന്നവരുണ്ട്, പിടിച്ചു വരയ്ക്കുന്ന സ്ത്രീകളുണ്ട്, എല്ലാവരും. അതുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെല്ലാവരും അത്തരത്തിൽ ചെയ്യുന്നവരാണോ? അല്ല. എന്തുകൊണ്ടാണ് ട്രാൻസിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ട്രാൻസ് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ട്രാൻസ് ഇത്തരത്തിലാണെന്ന് ചിന്തിക്കുന്നത്? പക്ഷെ കാണുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതുകൊണ്ടല്ലേ ആൾക്കാരുടെ കാണുന്ന സ്ത്രീകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ആരും സ്ത്രീകളെല്ലാവരും മോശക്കാരെന്ന് പറയുന്നില്ലല്ലോ. എല്ലാ സ്ത്രീകളും നമ്മൾ അങ്ങനെ കാണുന്നില്ല. പോപ്പുലേഷൻ കൂടുതലുള്ളതാണ്. അതാണല്ലോ ന്യൂനപക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ പുരുഷന്മാരെല്ലാം കൊല ചെയ്യുകയും പിടിച്ചുവരയ്ക്കുകയും മോഷ്ടിക്കുകയും ഇവയൊക്കെ ചെയ്യുന്ന പുരുഷന്മാർ, അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്കിടയിൽ ഒരു പേടി, ഒരു ഭയം. അതായത് ഒരു പുരുഷന് അടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്കുള്ളിൽ ഒരു ഭയം ഉണ്ടാവും, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ, ഇവൻ കള്ളനാണോ. അതുകൊണ്ടാണ് ഒരു ട്രാൻസ് ചെയ്യുമ്പോൾ മറ്റുള്ള ട്രാൻസ് നടന്നു പോകുമ്പോൾ മറ്റവർക്ക് പേടിയാവുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി മാറ്റാനായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ശ്രമിച്ചുകൂടെ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരാളെ ഇപ്പം നിങ്ങൾ പുരുഷന്മാരല്ലേ, എന്തുകൊണ്ട് ഒരു പുരുഷനെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നില്ല? ഈ ജയിലിൽ കിടക്കുന്ന അത്രയും പേരുണ്ടല്ലോ, എത്രയോ പേര് കിടക്കുന്നുണ്ട്, പീഡനത്തിന് കിടക്കുന്നുണ്ടല്ലോ സ്ത്രീകൾ, പുരുഷന്മാർ കൊല ചെയ്ത് കിടക്കുന്നുണ്ടോ. നിങ്ങൾ എന്താ മാറ്റാൻ ശ്രമിക്കുക? ഈ എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ എളുപ്പമില്ല. പക്ഷെ നിങ്ങൾക്കുള്ളിൽ എണ്ണത്തിൽ കുറവാണ്, കമ്പയറിംഗ് ടു ഒരു 10,000 പേര് പുരുഷനോ സ്ത്രീയോ. നമുക്ക് അവരെ ഒരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇവരൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഓരോ കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ഓരോ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ്. പിന്നെ ഇപ്പം നേരത്തെ ഈ വെറുതെ വേഷം കെട്ടി ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളവരെയൊക്കെ തിരിച്ചറിയണം. അല്ലാതെ നമ്മൾ പൊതുവായിട്ട് എല്ലാവരെയും ഒരേ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പല രീതിയിലും പല രീതിയിലും പല ആൾക്കാർ പല സ്വഭാവക്കാരാണ്. അവരെ പല രീതിയിലും നമ്മൾ ഒറ്റ ട്രാൻസായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ല ഒറ്റ ട്രാൻസായിട്ട് കൺസൾട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പലരും പല സ്വഭാവക്കാർ പല രീതിയിൽ പോകുന്ന അവരെ വഴിക്ക് വിട്ടേക്കുക. പക്ഷെ ഒരാൾ ചെയ്യുന്ന മറ്റെല്ലാ ട്രാൻസിൻ്റെയും പേരുദോഷം വരുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് നിങ്ങൾ അത്തരത്തിലുള്ള മെസ്സേജ് നിങ്ങൾ കൊടുക്കണം. ഒരാളല്ല, അങ്ങനെ ചെയ്യുന്നവരല്ല, മറ്റുള്ളവരും ഒക്കെ നല്ല ആൾക്കാരും ഉണ്ട്, കെട്ട ആൾക്കാരും എല്ലാം. അങ്ങനെയാണെങ്കിൽ ശ്രീകുട്ടിക്ക് ഒരു പവർ തരാണ്, ഇന്ത്യൻ പ്രസിഡന്റായിട്ട് താങ്കളെ നിയമിക്കുകയാണെങ്കിൽ താങ്കൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും? നമുക്ക് അവസാനിപ്പിക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും താങ്കളുടെ ആഗ്രഹങ്ങൾ? ട്രാൻസിനാണോ? മൊത്തത്തിൽ ട്രാൻസ് എന്നല്ല, മൊത്തത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ത്യയിലോ? എന്ത് മാറ്റം? ഈ ജുഡീഷ്യറിയെ തന്നെ ആദ്യമായിട്ട് ഞാൻ തിരുത്തി എഴുതും. എന്തൊക്കെ മാറ്റങ്ങൾ?
നിയമം ഈ പീഡിപ്പിക്കപ്പെടുന്നവരും കൊല ചെയ്യുന്നവരും മറ്റുള്ള എല്ലാവരും സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നില്ല. നമ്മുടെ ജുഡീഷ്യറിയിൽ അതിന് കാരണം. അങ്ങനെ തെറ്റ് ചെയ്തവർ മറ്റുള്ള രാജ്യങ്ങളിൽ ശിക്ഷകൾ അനുഭവിക്കുന്നത് പോലെ ഇന്ത്യയിലും അത്തരത്തിലുള്ള ശിക്ഷാവിധി നടപ്പിലാക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കുറേ ക്രൈമുകൾ അവസാനിക്കും. ഞാൻ അതിനോട് യോജിക്കുന്നു. അതിപ്പോൾ നമ്മൾ സൗദിയിലും അല്ലെങ്കിൽ ദുബായിലുള്ള പോലെ മറ്റു രാജ്യങ്ങളിലെ പോലെ നിയമം തെറ്റ് ചെയ്യുന്നവർ ശിക്ഷകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്രൈമില്ല അവിടെയെങ്കിലും. അതുപോലെ ഇന്ത്യയിലും അത്തരത്തിൽ ക്രൈം ചെയ്യുന്ന ജുഡീഷ്യറി മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലും ക്രൈമുകൾ വളരെ കുറവുണ്ടാവും. മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ വരുന്നു. മറ്റുള്ള രാജ്യങ്ങൾ അതൊന്നുമില്ലേ? ഉണ്ട്, പക്ഷെ അവർക്ക് വോയിസ് ഇല്ലല്ലോ. എന്തുകൊണ്ട് വോയിസ്? ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതെ, പക്ഷെ അവിടെ ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ടാണ് ഇത്രയും തോന്നിയ ദിവസം കാണിക്കുന്നത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമായതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത്തരത്തിൽ പ്രശ്നങ്ങളെ മാറ്റി എഴുതുന്നതാണ് ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി രണ്ടാമത്തെ മാറ്റം, വേറെ അടുത്ത മാറ്റം എന്താണ്? വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു? ഇതോടെ എല്ലാം തീർന്നില്ലേ? ഒറ്റ മാറ്റത്തിലൂടെ തന്നെ ഇന്ത്യ നന്നായി പോകില്ലേ? അഴിമതി ചെയ്യുന്നവർ, ദൈവത്തിൻ്റെ സ്വർണം മോട്ടിക്കുന്നവർ, മോട്ടിക്കുന്നവർ, ബലാത്സംഗം ചെയ്യുന്നവർ, പീഡനം ചെയ്യുന്നവർ, ഇതെല്ലാവരും പരിരക്ഷ എവിടെ അവസാനിക്കുന്നത്? നിയമവ്യവസ്ഥയിലുള്ള ജുഡീഷ്യറി. ഈ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ബലം വെച്ചാണ് ഇവരെല്ലാം ചെയ്താൽ അവർക്കറിയാം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും സേഫാണ്. അതിനൊക്കെ ഒരു മൂല കാരണം രാഷ്ട്രീയമല്ലേ? അതെ, ആ രാഷ്ട്രീയം തന്നെ മാറ്റി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറില്ലേ? തീരും. രാഷ്ട്രീയത്തിലുപരി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിങ്ങൾ ജുഡീഷ്യറിയാണ്. ഈ ജുഡീഷ്യറി മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ തന്നെ ജുഡീഷ്യറിയിലുള്ള ആൾക്കാരെ നിയമിക്കുന്നത് തന്നെ. അതെ, ഈ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇപ്പൊ സുപ്രീം കോടതി, ഹൈക്കോർട്ടിലായാലും ഒക്കെ പ്രസിഡന്റാണ് സുപ്രീം കോടതി ജഡ്ജിനെ നിയമിക്കുന്നത്. പ്രസിഡന്റ് നിയമിക്കുന്നത് പ്രധാനമന്ത്രി അവരാണ്. അപ്പം അത്തരത്തിലുള്ളത് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു വേറെ സംശയം എന്ന് വെച്ചാൽ, എൻ്റേതല്ല എല്ലാവരും സംശയമാണ് ഈ സെലിബ്രിറ്റി മേക്കപ്പ്. അതായത് സെലിബ്രിറ്റീസ് ആണായാലും പെണ്ണായാലും നടി ആരായാലും അവരൊക്കെ ചൂസ് ചെയ്യുന്ന ഈ ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണ്. അതിനുള്ള രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്? ഒന്നാമത്തെ കാര്യം സേഫ്. അവർക്ക് സേഫായിട്ട് അവർ ബെഡ്റൂമിൽ വരെ ട്രാൻസ് വുമന് അവർക്ക് ഒരു സെലിബ്രിറ്റിയെ കൂടെ നിൽക്കാനുള്ള അവർക്കൊരു വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു സ്ത്രീ തന്നെ, അതൊരു നടി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു സ്ത്രീനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷെ അവർക്ക് അതിൽ കൂടുതലും അവർക്ക് കംഫർട്ടബിളായിട്ട് ട്രാൻസ് തന്നെ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്യുമെന്ന് അവർക്ക് നോക്കുകയും അവരെ കൂടുതൽ പ്രൊട്ടക്ഷൻ ആവൂലേ. അതിനൊരു ഉദാഹരണം, മുൻകാലങ്ങളിൽ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിലൊക്കെ രാജ്ഞിമാർക്കൊക്കെ അവർ തോഴിയൊക്കെ കൂട്ടി നിൽക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് പരിരക്ഷയായിട്ട് ബുക്ക് ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു. അതെന്തുകൊണ്ട്? നിങ്ങൾക്ക് കരുത്തരായതുകൊണ്ടും അവർക്ക് പ്രൊട്ടക്ഷനായി അവരെ നോക്കുന്നത് കൊണ്ടും ഏത് സാഹചര്യത്തിലും അവരോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു ധൈര്യവും. ഇപ്പോൾ ഒരു വിദേശത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെക്കാളും ഒരു പ്രൊട്ടക്ഷൻ അല്ലേ, ഒരു ആണിൻ്റെ പവറും സ്ത്രീയുടെ പവറും ഉള്ളതല്ലേ ട്രാൻസ് വുമൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ അത്രയും ഒരു പ്രൊട്ടക്റ്റോടെ കൊണ്ടുപോയി അതുപോലെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ധൈര്യം അവർക്കുണ്ടല്ലോ. ഒരു ബോഡി ഗാർഡ് പ്ലസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ധൈര്യമുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് പണ്ട് കാലം മുതൽക്കേ ഇത്തരം രാജ്ഞിമാരെ കൊട്ടാരത്തിലും പല കാലഘട്ടത്തിലൊക്കെ ഇവരെ നിയമിക്കുകയും അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെ സെലിബ്രിറ്റികൾക്ക്, സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ മേക്കപ്പിന് വെക്കുകയും അവർക്കുള്ള സംരക്ഷണവും അവർക്കൊരു സേഫ് ആയിട്ടുള്ള അവരെവിടെ പോയാലും അവർക്ക് നല്ലൊരു കംഫർട്ടബിളായിട്ട് കൂടെ കൊണ്ടു നടക്കാനും ഒക്കെ പറ്റിയ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂടെയാണ്. മറ്റ് സ്ത്രീകളെക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് മേക്കപ്പ് ചെയ്യാനും പറ്റുമെന്നാണ്. മറ്റു സ്ത്രീകളെക്കാളും കുറച്ചുകൂടി മേക്കപ്പ് ചെയ്യാനും പറ്റും, മറ്റുള്ള സ്ത്രീകളെക്കാളും കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും, മറ്റു സ്ത്രീകളെക്കാളും കുറച്ച് സേഫായിട്ട് അവർക്ക് കുറച്ച് കോൺഫിഡൻറ്റോടെ അവർക്ക്. മേക്കപ്പ് ആർട്ടിസ്റ്റിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടെ അവരുടെ അഭിപ്രായങ്ങൾ. ഇത് പറഞ്ഞതിൽ ശരിയുണ്ടോയെന്ന് അവരാണല്ലോ. അതെ, സ്ത്രീകളും ഉണ്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ. മുൻകാലങ്ങളിലൊക്കെ പണ്ടൊക്കെ സ്ത്രീകളാണല്ലോ ആയമാരായിട്ടൊക്കെ നടികളോടൊക്കെ മേക്കപ്പ് ഒക്കെ ഇടുന്നത്. സെലിബ്രിറ്റികളായിട്ട് ട്രാൻസ് വന്നപ്പോൾ കുറച്ചുകൂടെ അക്സെപ്റ്റബിളായിട്ട് നല്ല മേക്കപ്പും അവർ കൂടെ കൊണ്ടുപോകാൻ. ഇപ്പോൾ ഒരു വിദേശ യാത്രയൊക്കെ പോകുമ്പോൾ ഒരു ട്രാൻസ് വുമൻസിനെ കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ കൂടെ കുറച്ച് സേഫും കുറച്ച് സെക്യൂരിറ്റിയും കുറച്ചുകൂടെ മേക്കപ്പും എല്ലാം കൂടെ ഒത്തുണങ്ങിയ ഒരാളാകുമ്പോൾ അത് അവർക്ക് കംഫർട്ടബിളായിട്ട് ആയതുകൊണ്ടായിരിക്കും ട്രാൻസ് വുമനെ ചൂസ് ചെയ്യുന്നത് എന്നായിരിക്കും എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പോയിട്ടില്ല, അതൊന്നും എനിക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ താങ്കളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ, ഞാൻ താങ്കളെ സ്റ്റഡി ചെയ്തപ്പോൾ താങ്കൾ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ ഭയങ്കര ഒരുപാട് ഇപ്പോൾ ജാസി ചെയ്യുന്ന പോലത്തെ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നില്ലെങ്കിലും അതേപോലത്തെ കണ്ടൻറ്റുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ താങ്കളും ജാസിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മറ്റുള്ളൊരു
തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ സത്യസന്ധതയോടെ വീഡിയോകൾ ചെയ്യുന്നു, ജാസി നുണ പറഞ്ഞു വീഡിയോകൾ ചെയ്യുന്നു. സത്യസന്ധമായിട്ട് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ നാക്കായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് എക്സാമ്പിൾ വെച്ചോ. ഓൾറെഡി നാക്കിഡാണ്, ഞാൻ ഫീമെയിലാണ്, ഞാൻ ബയോളജിക്കലി ഫീമെയിലാണ്. അപ്പോൾ എനിക്ക് അവിടെ ഞാൻ നുണ പറഞ്ഞല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലല്ലോ, കള്ളത്തരങ്ങളല്ലേ. ഞാൻ വെച്ച് കെട്ടിക്കൊണ്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബാത്റൂം സീൻ എടുക്കുകയാണെന്ന് വെച്ചോ, ഞാൻ വെച്ച് കെട്ടിക്കൊണ്ട് നിന്നുകൊണ്ട് ബാത്റൂം സീൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആൾക്കാരെ കബളിപ്പിക്കുന്നതല്ലല്ലോ. പക്ഷെ താങ്കൾ മേക്കപ്പ് ഇടില്ല എന്ന് പറഞ്ഞാലും എന്തിനാണ് ഇത്രയധികം ഫിൽറ്റർ ഇടുന്നത്? അത് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ വെച്ചതാണ്. ഫിൽറ്ററൊക്കെ അങ്ങേയറ്റം ഇട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആൾക്കാർക്കിടയിൽ ഭംഗിയുണ്ടെന്ന് തെളിയിക്കാനാണോ അതോ? ഭംഗി സ്വാഭാവികമായിട്ട് എല്ലാവരും ഫിൽറ്റർ ഇട്ടല്ലേ ചെയ്യുന്നത്. ഫിൽറ്റർ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ മേക്കപ്പ് എന്തുകൊണ്ട് ഇട്ടൂടാ? പബ്ലിക്കിൽ ഇറങ്ങുമ്പോഴാണ് മേക്കപ്പ് ഇടുന്നില്ല എന്ന് പറഞ്ഞത്. വീഡിയോ ഇട്ടാൽ കുഴപ്പമില്ല, വീഡിയോ അതൊക്കെ ഇട്ട് കുഴപ്പമില്ല. പബ്ലിക്കായിട്ട് എന്നെ കാണുന്നവർക്ക് അല്ലെങ്കിൽ വീഡിയോ കണ്ടാലും തിരിച്ചറിയാതെ പോകുമല്ലോ. പബ്ലിക്കായിട്ട് ഇറങ്ങുമ്പോൾ ആ ആളല്ല ഇയാളെല്ലാം ചിന്തിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരായിട്ട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഇത്തരത്തിൽ ഈ കള്ളത്തരത്തിലൂടെ വീഡിയോ ചെയ്യുന്നതും ഈ ട്രാൻസ്ജെൻഡറിനെ അപമാനിക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകളും ഒക്കെ ഈ വീഡിയോ ചെയ്യുന്നവർ തെറ്റായി പ്രചരിപ്പിക്കാതിരിക്കുക ദയവ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ കുറേ ക്വിയർ മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഏകദേശം ഒരു 10-15 വർഷത്തിനകത്തേ ആവത്തുള്ളൂ. അതിനു മുമ്പ് ഇത്തരം മനുഷ്യർ അനുഭവിച്ചിട്ടുള്ള ജീവൻ കൊടുത്തും രക്തച്ചൊരിച്ചിലുകൾ നടത്തിയും ഒക്കെ കൊടുത്താണ് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തത്. തെറിവിളികളും പോലീസിൻ്റെ മർദ്ദനങ്ങളും ചീത്തവിളിയും അടികളും ഗുണ്ടകളിൽ നിന്നുള്ള പീഡനങ്ങളും ഒക്കെ സഹിച്ച് പരിഹാസവും തിന്മയൊക്കെ സഹിച്ചാണ് കുറേ ക്വിയർ മനുഷ്യർ മരണപ്പെടുകയും ക്വിയർ മനുഷ്യർ ഇതിനു വേണ്ടി ത്യാഗം ചെയ്യുക തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കഷ്ടപ്പാടാണ് ഇന്ന് നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന വിസിബിലിറ്റി. അത് ഇന്നലെ ഒരാൾ വന്നിട്ട് ഇത്തരം മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റ് ചെയ്യുകയും മോശപ്പെട്ട രീതിയിലുള്ള വീഡിയോകൾ ചെയ്യും. അത് പ്രചരിപ്പിക്കുന്ന കുറേ യൂട്യൂബ് ഫ്ലൂവേഴ്സ്മാരൊക്കെ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ക്യൂർ മനുഷ്യരെക്കുറിച്ചും ഒക്കെ നല്ല മെസ്സേജുകൾ നൽകാൻ ശ്രമിക്കുക. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഞങ്ങളുടെ കഷ്ടപ്പാടുകളുടെയും ഞങ്ങളുടെ ഒരുപാട് പേരുടെയും കണ്ണീരും ഒക്കെയാണ് ഇന്ന് ഞങ്ങൾ ഈ കാണുന്ന വിസിബിലിറ്റിയും സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് വന്നിട്ട് ഇത്തരത്തിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും മോശമായ രീതിയിൽ ജനങ്ങളുടെ മനസ്സിനകത്ത് തെറ്റായ മെസ്സേജുകൾ കൊടുക്കാതിരിക്കുക. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. അപ്പോൾ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. നമ്മൾ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിൽ പോവാതിരിക്കുക. കുറച്ച് സത്യം പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ കാഴ്ചകളാണ്, ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ശ്രീകുട്ടിക്ക് മൈ മീഡിയ ചാനൽസിൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ആർ ജിഗരൻ സൈനിങ് ഓഫ് ഫ്രം മൈ മീഡിയ ഒറിജിനൽസ്. ബൈ.